നമസ്കാരം. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഗോവയിൽ നിന്നും ട്രെയിൻ കയറി ഇവിടെ എത്തിയത്. ഇന്ന് രാവിലെ മുതൽ തന്നെ നിർത്താതെയുള്ള മഴയാണ്. ഞങ്ങൾ മുംബൈയിലെത്തി ഒരുപാട് ഭാഗത്തേക്ക് പോകാൻ പ്ലാനൊക്കെ ചെയ്തതാണ്. അതൊക്കെ കുറച്ച് ക്യാൻസലാക്കി. എന്നാൽ പിന്നെ കൊടയൊക്കെ എടുത്ത് ഇനിയിപ്പോൾ മുംബൈ നഗരത്തിന്റെ കാഴ്ചകളിലേക്ക് ഇറങ്ങാം. ഞങ്ങൾ റൂം എടുത്തത് CSMT റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും 400 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇതിലൂടെ ചെറിയൊരു വഴിയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുടയുള്ളത് കൊണ്ട് പിന്നെ പേടിക്കാനേ ഇല്ല. പിന്നെ ഇത് മഴക്കാലമാണ്, സ്വാഭാവികമായിട്ടും മഴയുണ്ടാവും. പക്ഷെ ഞാൻ ഇങ്ങനെ നിർത്താതെ മഴ പെയ്യുന്നു പ്രതീക്ഷിച്ചതേയില്ല. നമുക്ക് ഒരുപാട് നടക്കുകയും ചെയ്യാം, ബസ്സിലും പോവാം, അങ്ങനെ എല്ലാ ഭാഗത്തേക്കും പോവാം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, മറൈൻ ഡ്രൈവ്, അങ്ങനെ കുറച്ച് സ്ഥലമൊക്കെ പ്ലാൻ ഉണ്ട്. നമ്മൾ നടന്നങ്ങനെ CSMT റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തെത്തി. അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ഇവിടെ തന്നെ ഒരു AC ഡബിൾ ഡെക്കർ ബസ്സൊക്കെ കാണാം. ഞങ്ങളെന്തായാലും ഈ ബസ്സിൽ കയറുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ കയറണം, എന്നാൽ മാത്രമാണ് നല്ല വ്യൂ ഒക്കെ കിട്ടുക. ഇപ്പം ഈ ഒരു കാറ് പോകുന്നതുകൊണ്ട് ഇവിടെ ടോട്ടല് പെട്ടിട്ടാണ് ഉള്ളത്. നമുക്ക് നേരെ അങ്ങോട്ടാണ് പോകാനുള്ളത്. നേരെ ഇതിലൂടെ നടക്കാം. പിന്നെ ഇതൊക്കെ ടാക്സിയാണ്. നമ്മൾ പണ്ട് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് വണ്ടികളൊക്കെ ഇപ്പം മാറി. എന്നാലും കൂടുതലും സാൻഡ്രോകൾ തന്നെയാണ്. നിരനിരയായി ടാക്സികൾ ഇവിടെ നിർത്തിയത് കാണാം. എന്നിട്ട് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. എന്തായാലും ഇവിടെ ഇപ്പം ബ്ലോക്ക് ആണല്ലോ, ഇതിൻ്റെ ഇടയിലൂടെ നടക്കാം. ശരിക്കും മുംബൈയിലൂടെ മഴക്കാലത്ത് നടന്നു പോകാൻ അടിപൊളിയാണ് കേട്ടോ. ഏറ്റവും നല്ലൊരു ഏരിയയും ഇത് തന്നെയാണ്, ഈ ഒരു CSMT റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം. പിന്നെ മുംബൈയിലൂടെ നടക്കുമ്പോൾ എല്ലാവരും ചെറിയ ബാഗൊക്കെ ഉണ്ടെങ്കിൽ മുൻപിലേക്ക് വിട്ടിട്ടാണ് നടക്കുക. പോക്കറ്റടി കൂടുതലായിട്ടുണ്ട്. അത് പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ. റെയിൽവേ സ്റ്റേഷൻ്റെ നല്ല ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു പോയിന്റ് ഇവിടെയാണ്. മഴ കാരണം ആൾക്കാർ ആരും തന്നെ ഇല്ലയെന്ന് പറയാം. കാരണം ഈ മഴയത്ത് എങ്ങനെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കും? ഇതാണ് ഇവിടുത്തെ ഒരു ഫോട്ടോ പോയിന്റ്. ഇവിടെ നിന്നാൽ നമുക്ക് നല്ലൊരു കാഴ്ചയാണ് കിട്ടുക. ടാക്സികളൊക്കെ ആ ഭാഗത്തുണ്ട്. ഇവിടെ ഇപ്പോൾ ട്രാഫിക്കാണ്. ഇപ്പോൾ തന്നെ ഇത് ഓപ്പൺ ആവും. ഓപ്പണായി. പിന്നെ അങ്ങ് അവിടെയാണ് CST റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത ബസ് സ്റ്റാൻഡ്. മറൈൻ ഡ്രൈവ് ഭാഗത്തേക്കൊക്കെ ഇവിടെ നമുക്ക് ബസ്സൊക്കെ കിട്ടും. മുംബൈ CSMT ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പുണ്ടായിരുന്ന പേര് വിക്ടോറിയ ടെർമിനസ് എന്നാണ്. പിന്നെ ഇവിടെ തന്നെ ആ ഒരു പഴയ ആ ഒരു രീതിയിലുള്ള നിർമ്മിതിയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അവിടെ തന്നെ ഒരു ക്ലോക്കൊക്കെ കാണാം. യുനെസ്കോൻ്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു സ്റ്റേഷൻ കൂടിയാണിത്. പിന്നെ ഈ ഭാഗത്ത് കാണുന്നതാണ് മുംബൈ കോർപ്പറേഷൻ. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. എന്നാൽ പിന്നെ ഇനിയിപ്പം ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നേരെ ആ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ആദ്യം നമുക്ക് എങ്ങോട്ട് പോകണമെന്നാ? ഇവിടെ വന്നു കഴിഞ്ഞാല് ഞങ്ങളുണ്ടല്ലോ സിംഗിൾ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. ഇതിപ്പോ കുട പിടിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയായി, ആരും വരുന്നില്ല എന്ന് പറയാം. പിന്നെ രാത്രിക്കൊക്കെ മഴയില്ലാത്ത ഒരു സമയത്തൊക്കെ ആണെങ്കിൽ മുഴുവൻ ആൾക്കാരായിരിക്കും റീലെടുക്കാൻ, പലതരം വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പോകുന്നത് മറൈൻ ഡ്രൈവ് ആണ്. അപ്പോൾ മറൈൻ ഡ്രൈവിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് AC ഡബിൾ ഡെക്കർ ബസ്സുകളൊക്കെ കിട്ടാറുണ്ട്. ഈ ഒരു സമയത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. NCPA എന്ന് പറഞ്ഞൊരു റൂട്ടുണ്ട്, അവിടേക്ക് പോകുന്ന ബസ്സിനാണ് നമുക്ക് കയറേണ്ടത്. നേരെ ഇനി അങ്ങോട്ടേക്ക് പോകാം. ഞങ്ങൾ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് വന്നു. ഇവിടെ ഒരു ഡബിൾ ഡെക്കർ ബസ്സൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഈ ഡബിൾ ഡെക്കർ ബസ് കൂടുതലും നരിമാൻ പോയിന്റ് ഭാഗത്തേക്കാണ്, അതായത് NCPA എന്നൊരു സ്ഥലത്തേക്കാണ് പോവുക. നമുക്ക് മറൈൻ ഡ്രൈവ് പോകണമെങ്കിൽ അങ്ങോട്ടാണ് കയറി പോകാനുള്ളത്. നമുക്ക് ബസ് നോക്കാം. പിന്നെ ഇവിടുന്ന് തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ ഭാഗത്തേക്കുള്ള ബസ്സാണിത്. അതിനെ പറയുന്ന പേര് ചലോ ബസ് എന്നാണ്. ഇഷ്ടംപോലെ ബസ്സുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. AC ആണ് കേട്ടോ. നമുക്കിനിയിപ്പോൾ NCPA ഭാഗത്തേക്കാണ് പോകാനുള്ളത്. അപ്പോൾ ഈ ബസ് ഇവിടെ വരും. നമുക്ക് ഇവിടുന്ന് തന്നെ ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുക്കേണ്ട സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഓരോരോ ആൾക്കാർ വരും. പക്ഷെ ഇവിടെ ബസ്സിനൊന്നും അധികം കാണുന്നില്ലല്ലോ. NCPA ഭാഗത്തേക്കുള്ള ബസ്സിൻ്റെ ടിക്കറ്റ് നവീനിത ഇവിടെ നിന്ന് എടുക്കുവാണ്. വണ്ടികൾ ഒരുപാട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതന്നെയാണ് തോന്നുന്നത്. നമ്മളിവിടെ ക്യൂ നിൽക്കണം. ഇനിയും ബസ്സുകൾ വരുന്നുണ്ട്.
ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. മഴ കൂടി. ഇത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണിത്. മഴ ആയതുകൊണ്ടും തിരക്കിനൊന്നും ഒരു കുറവുമില്ല. ശരിക്കും ഇങ്ങനെ ഈ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് അടിപൊളിയാണ് കേട്ടോ. ചെറിയ പൈസക്ക് തന്നെ നമുക്ക് ഡബിൾ ഡെക്കർ ബസ്സിലൊക്കെ പോകാമല്ലോ. NCPന്റെ ഭാഗത്ത് നമ്മൾ എത്താനായി. ഈ സമയത്താണ് മുന്നിൽ സീറ്റ് കിട്ടിയത്. ബസ്സിന്റെ അകത്തെ ഒരു കാഴ്ച എങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ചും കൂടെ മുന്നിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഇറങ്ങാം. താഴോട്ടുള്ള ആ ഒരു സ്റ്റെപ്പ് ഇതിലൂടെയാണ്. A116 നമ്പർ ബസ്സിലാണ് ഇങ്ങോട്ട് നമ്മൾ വന്നത്. അത് പോയി തിരിച്ച് A115. 2.5 കിലോമീറ്റർ ആണ് നമ്മൾ ആകെ യാത്ര ചെയ്തത്. ഡബിൾ ഡെക്കർ ബസ്സിന് ഒരാൾക്ക് 12 രൂപയാണായത്. ഞങ്ങളൊരു 3 വർഷം മുന്നേ ഇവിടെ വന്ന സമയത്ത് ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരാൾക്ക് 6 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരെ നരിമാൻ പോയിന്റിന്റെ ഭാഗത്തേക്ക് പോവാം. ഞങ്ങൾ നടന്ന് മറൈൻ ഡ്രൈവിന്റെ ഭാഗത്തെത്തി. മഴയത്തുള്ള കടലിന്റെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ശക്തമായ കാറ്റാണ്. നരിമാൻ പോയിന്റ് ആ ഒരു ഭാഗത്തേക്കാണ്. ഒരുപാട് പേര് മഴയൊക്കെ നനഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇതിലൂടെ നടക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. കുടയൊക്കെ ഇങ്ങനെ പാറി പോവുക. നമുക്ക് നേരെ നടന്നു പോവാം. ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നാൽ വാങ്കഡെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാം. ആർക്കും മഴയൊന്നും ഒരു പ്രശ്നമേ അല്ല. ഈ ഒരു 11:30 സമയത്തും ഇവിടെ ഇത്ര ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരിക ഈവനിങ് ടൈമിൽ തന്നെയാണ്. നവീന്റെ കൊടയുന്നതാ കയ്യിൽ നിൽക്കുന്നില്ല, പറന്ന് പോവുമല്ലോ. അത്രയും കാറ്റല്ലേ അല്ലേ? അങ്ങോട്ട് നടക്കാം. ആൾക്കാരുടെ കയ്യിൽ കൊടയുണ്ടായാലും അതൊന്നും എടുക്കൂല. അതൊക്കെ നനഞ്ഞോണ്ട് ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് പോകാൻ തന്നെയാണ് രസം. പിന്നെ ഇവിടെ പോലീസൊക്കെ ഉണ്ട് കേട്ടോ. ഇവരെല്ലാം ചെക്ക് ചെയ്യും. ഇതിന്റെ മുകളിൽ കയറുന്നിട്ട് എന്തെങ്കിലും അഭ്യാസമൊക്കെ കളിക്കുന്നുണ്ടൊക്കെ നോക്കാനാണ്. കാറ്റ് ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഇത് എന്തോ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. വലിയ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ മഴക്കാലം. ഇവിടുന്ന് നമുക്ക് നേരെ നോക്കിയാൽ നമ്മുടെ സ്റ്റേഡിയം കാണാം. നമുക്ക് ഇങ്ങോട്ടൊക്കെ മുംബൈത്തെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. മഴ ആയതുകൊണ്ട് അതൊന്നും വിസിബിൾ അല്ല. ഞാൻ ആകെ നനഞ്ഞു കുളിച്ചിട്ടാ. മറൈൻ ഡ്രൈവിന്റെ മുൻഭാഗം വഴി തന്നെ നല്ല അടിപൊളി റോഡൊക്കെ ഉണ്ട് കേട്ടാ. അതായത് സ്റ്റേഡിയം ഭാഗത്തിന്റെ ആ ഒരു മുൻഭാഗം വഴി തന്നെയാണ്. ഞങ്ങളിനി ഇതിലൂടെ അധികം നടക്കുന്നില്ല, കാരണം ആകെ നനഞ്ഞ് കുളിച്ചു കിട്ടാ. എന്നാ പിന്നെ ഇനി നേരെ ചർച്ച് ഗേറ്റ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോകാം. BMW ബെൻസ്. മറൈൻ ഡ്രൈവിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ നടന്നിപ്പോൾ ചർച്ച് ഗേറ്റ് സ്റ്റേഷന്റെ ഭാഗത്തെത്തി. മഴക്കാലത്ത് മുംബൈ ലോക്കൽ ട്രെയിനിലൂടെയുള്ള ഒരു യാത്രയാണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ ചർച്ച് ഗേറ്റിൽ നിന്ന് നേരെ പോകുന്നത് മഹാലക്ഷ്മി എന്നൊരു സ്റ്റേഷന്റെ ഭാഗത്തേക്കാണ്. ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്ത് തന്നെ ടാക്സികളൊക്കെ നിർത്തിയത് കാണാം. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പം 2 ടിക്കറ്റ് എടുക്കാം. മഹാലക്ഷ്മിയിലേക്ക് പോകാനുള്ള ലോക്കൽ ട്രെയിൻ ഇതാ കടന്നു വരികയാണ്. ഒരാൾക്ക് 5 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ചർച്ച് ഗേറ്റിൽ നിന്ന് അങ്ങനെ ട്രെയിൻ എടുത്തു. ഈ സ്റ്റേഷൻ ഒരു ടെർമിനസ് ആണ് കേട്ടോ. അതായത് ഇവിടെ അവസാനിച്ചു. നമ്മുടെ വണ്ടി മുംബൈ സെൻട്രൽ വഴിയൊക്കെ തന്നെയാണ് പോവുക. ചർച്ച് ഗേറ്റൊക്കെ വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിലാണ്. സ്റ്റേഷന്റെ ഒരു മെയിൻ ഭാഗം ഇത് തന്നെയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമായത്. പിന്നെ ഇത് AC ലോക്കലാണ്. ഇത്
വാങ്കഡെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. 2011 ഇന്ത്യ ശ്രീലങ്കയോട് വേൾഡ് കപ്പ് ജയിച്ചത് ഇവിടെ നിന്നാണ്. ട്രെയിനിപ്പോൾ അടുത്തൊരു സ്റ്റേഷനിലെത്തി, മറൈൻ ലൈൻസ്. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട് ഇവിടെ. നല്ലൊരു വളവാണ്. ഗ്രാൻഡ് റോഡ് എന്നൊരു സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ വണ്ടി എത്തുന്നത്. ഈ ലോക്കൽ ട്രെയിൻ എന്ന് പറഞ്ഞത് മുംബൈയുടെ ഒരു ലൈഫ് ലൈനാണ്. പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും എല്ലാവരും ഒരുപോലെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സിസ്റ്റം തന്നെയാണിത്. പെട്ടെന്നാണ് ഇതിൻ്റെ സ്പീഡ് കയറുന്നത്. ട്രെയിൻ ഇപ്പോൾ മുംബൈ സെൻട്രലിലേക്ക് ഇതാ എത്തുകയാണ്. എക്സ്പ്രസ് ട്രെയിനുകളുടെ പ്ലാറ്റ്ഫോമൊക്കെ അങ്ങ് അവിടെയാണ്, പ്രത്യേകിച്ച് ഗുജറാത്ത് ഭാഗത്തേക്കുള്ള ട്രെയിനുകളൊക്കെ. മഹാലക്ഷ്മി മഹാലക്ഷ്മി സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയ ഇവിടെ തന്നെ ഒരുപാട് ടാക്സികളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് ഹാജി അലി ദർഗ ഭാഗത്തേക്കുള്ള വണ്ടികളൊക്കെ കിട്ടുക. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇനി ഇവിടുന്ന് നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ലോക്കൽ ട്രെയിനൊക്കെ പോകുന്നതാണോ. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ കുറച്ച് കെട്ടിടങ്ങൾ തന്നെയാണ്. ഇവിടെ തന്നെയാണ് ധോബിഘട്ട് ഉള്ളത്. നമ്മൾ നേരത്തെ ഇറങ്ങുമ്പോൾ തുടങ്ങിയ മഴയില്ലേ, അത് ഇതുവരെ കുറഞ്ഞിട്ടില്ല. മുംബൈ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അധികമൊന്നുമില്ല. അതായത് ലേഡീസ് കോച്ച് ഉണ്ടാവുമല്ലോ, അതിൽ കയറാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോച്ച് ഉണ്ടാവും. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്താൽ മാത്രമേ അതിൽ കയറാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നല്ല ഫൈൻ കിട്ടും. പിന്നെ 5 രൂപേൻ്റെ യാത്ര, 10 രൂപേൻ്റെ യാത്ര, ചെറിയ പൈസ ഉള്ളൂ എന്ന് കരുതി ടിക്കറ്റ് എടുക്കാതെ മുംബൈയിൽ എവിടെ യാത്ര ചെയ്യാമെന്ന് കരുതണ്ട. കാരണം വെച്ചാൽ കള്ളവണ്ടി കയറി നമ്മൾ പറയുമല്ലോ, എല്ലായിടത്തും നല്ല ചെക്കിംഗ് ഉണ്ട്. ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല, നല്ല രീതിയിൽ ഫൈനും കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കാം. പിന്നെ നമ്മളിപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് അപരിചിതരായിട്ടുള്ള ആൾക്കാരില്ലേ, അധികമൊന്നും വർത്തമാനം പറയാൻ പോകണ്ട. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, 1 മാസം മുന്നേ മുംബൈയിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ എനിക്ക് തോന്നുന്നു ആ ഒരു ഈ ലൈനാണെന്ന് പറഞ്ഞാൽ പനവേൽ ലൈൻ, ഏതോ ലൈൻ എനിക്ക് കൃത്യമായി സ്റ്റേഷൻ ഓർമ്മയില്ല. രാത്രിക്കാണ് അത്. ഫസ്റ്റ് ക്ലാസ്സിൽ സംഭവിച്ചൊരു ഇൻസിഡൻ്റ് ആണ്. രാത്രി യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെ പോലുള്ള ഒരാൾ, ഒരു പിന്നെ ഏജിലുള്ള ഒരാൾ പിന്നെ വേറൊരാളോട് ചേട്ടാ മഴ വരുന്നുണ്ട്, ആ ഒരു വാതിൽ അടക്കുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പുള്ളി ഡ്രഗ് അടിച്ചാന്ന് തോന്നുന്നു. ആ സമയത്ത് തന്നെ ദേഷ്യപ്പെട്ടിട്ട് കയ്യിൽ അരയിലൊരു കത്തി ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് ആ പറഞ്ഞ ആ ഒരു ചെറുക്കനെ എന്താ പറയുക കുത്തി പിടിച്ചു, മരണപ്പെട്ടു. സ്പോട്ടിൽ തന്നെ മരിച്ചു. പുള്ളിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രതികരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ആർക്കും ആ ഒരു കോച്ചിലുള്ള ആർക്കും ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ് വരുന്നത്. ഈ ഭാഗത്താണ് വേൾഡ്സ് ലാർജസ്റ്റ് ഔട്ട്ഡോർ ലൗണ്ടറി വരുന്നത്. അതായത് ലോകത്തിലെ തുറസായ അലക്ക് കേന്ദ്രം. സ്റ്റേഷനോട് വളരെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഭാഗം സ്ഥിതി ചെയ്യുന്നത്. നമുക്കിതിൻ്റെ നല്ലൊരു വ്യൂ ഇവിടെ വന്നാലാണ് കിട്ടുക. ധോബിഘട്ടിലേക്ക് ഇറങ്ങി പോകാനുള്ള വഴി ഇതിലൂടെയാണ്. ഇവിടെ വന്നാൽ അലക്കാനുള്ള ആ ഒരു കല്ല് വരെ നമുക്ക് വ്യക്തതയോടെ കാണാം. മഴക്കാലമായതുകൊണ്ട് എല്ലാ ഭാഗത്തും വെള്ളം കയറിയിട്ടാണ് ഉള്ളത്. ഞങ്ങൾ ഇതിൻ്റെയൊക്കെ കാഴ്ച ഒരു 3 വർഷം മുന്നേ വന്ന സമയത്ത് മൊത്തം പകർത്തിയതാണ്. എന്നാലിതാ അവിടുന്ന് അലക്കുന്നത് കാണാം. അതായത് ഏറ്റവും വലിയ അലക്ക് കേന്ദ്രം എന്ന് പറഞ്ഞില്ലേ, അത് ഒരുപാട് ഭാഗത്തേക്കായിട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അങ്ങ് വളരെ ദൂരം വരെ ഉണ്ട്. പിന്നെ ഇവിടേക്ക് ഇപ്പോൾ ഷീറ്റ് കെട്ടിയിട്ടാണ് ഉള്ളത്. മഴക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു ഏരിയ മുഴുവനും. ഇവിടുന്ന് വെള്ളമൊക്കെ കോരി മാറ്റി കളയുന്നതൊക്കെ കാണാം. 1890-ലാണ് ഈ ഒരു ധോബിഘട്ടൊക്കെ മുംബൈയിൽ സ്ഥാപിതമായത്. അന്ന് ഈ ബ്രിട്ടീഷുകാരില്ലേ, ഇംഗ്ലീഷുകാർ, അവരുടെ വസ്ത്രങ്ങൾ അലക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതൊക്കെ അവർ കൊണ്ടുവന്നത്. ഈ വസ്ത്രങ്ങൾ അലക്കുന്ന ഈ ആൾക്കാരില്ലേ, അവർ പറഞ്ഞ പേര് ധോബികൾ എന്നാണ്.
അപ്പോൾ ഈ ധോബി കെട്ടിട്ട് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഗിന്നസ് റെക്കോർഡിലൊക്കെ ഇടം നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ശരിയായ സംഭവം എന്ന് വെച്ചാൽ ഈ കോൺക്രീറ്റ് സംഭവമില്ലേ, അതിലാണ് ഇവർ അലക്ക് കല്ലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സമീപത്ത് തന്നെ ഒരുപാട് വെള്ളമൊക്കെ കാണാൻ വേണ്ടി കഴിയും. ഇപ്പം മനു നേരത്തെ പറഞ്ഞില്ലേ മഴക്കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടാവുന്നത്, അതായത് ആ വെള്ളം നിറഞ്ഞ ഒരു ഭാഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആ മുൻഭാഗത്ത് ആ സൈഡിലായിട്ട് കെട്ടിവെച്ചിരിക്കുന്നതാണല്ലേ വസ്ത്രങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നിക്ഷേപിക്കുന്നതും. അതുപോലെ തന്നെ ആ ഒരു ചേട്ടൻ കൊണ്ടുവരുന്നുണ്ടോ, അത് അലക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാകാം. അതുപോലെ തന്നെ അലക്കിയ ശേഷം കാണാം. നമുക്ക് വേനൽക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഡ്രസ്സുകൾ ഇവിടെ ഉണക്കിയിട്ട കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഞങ്ങളിനി ഒരു ട്രെയിൻ കയറി നേരെ ചർച്ച് ഗേറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ വരാൻ കാരണം ഈ ഒരു മഴ സമയത്ത് ധോബിഘട്ടിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ ജീവിതമൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണല്ലോ ധാരാവി. അവിടെ ഈ ഒരു മഴ സമയത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇനിയിപ്പോൾ ലോക്കൽ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുത്തു നേരെ പോയേക്കാം. മുംബൈയിൽ തന്നെ ലോക്കൽ ട്രെയിൻ സ്ലോയും ഉണ്ട് ഫാസ്റ്റും ഉണ്ട്. ഇതൊരു AC ആണ്. ഇനി ഇവിടെ സ്റ്റോപ്പില്ല. അങ്ങനെ തിരിച്ചിതാ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ചർച്ച് ഗേറ്റ് സ്റ്റേഷൻ്റെ ഇവിടുന്ന് ഞങ്ങളിനിയിപ്പോൾ നേരെ പോകുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ ഭാഗത്തേക്കാണ്. നമുക്കെന്തായാലും ഒരു വണ്ടി ആക്കിയിട്ട് പോകാൻ നോക്കാം. ടാക്സി ഉണ്ടല്ലോ, അത് എത്ര പൈസയാണെന്ന് ചോദിക്കാം. അധികം കിലോമീറ്റർ ഒന്നും ഇല്ല ഇവിടുന്ന്. എന്തായാലും ഇദ്ദേഹത്തിനോട് ചോദിക്കാം. അദ്ദേഹം പോവില്ല. ഒന്ന് പോയാൽ അടുത്തൊന്നിലേക്ക് പോവാം. ഇവിടെ മുഴുവനും മരം മുറിച്ചിട്ടാണ് ഉള്ളത്. കണ്ടാ, ഈ ഒരു വണ്ടിക്ക് 100 രൂപയാണ് കേട്ടോ പറഞ്ഞത്. നല്ല വഴികളാണ് മുംബൈയിൽ. ഈ ഭാഗത്ത് കൂടുതലും വണ്ടികളൊക്കെ പാർക്കിംഗ് ചെയ്തിട്ടാണുള്ളത്. ശരിക്കും മുംബൈയിലൂടെ യാത്ര ചെയ്യാൻ അടിപൊളിയാണ്. നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്ത് തന്നെയാണ് എത്തിയത്. നമ്മൾ ആദ്യം വന്ന ഒരു വഴി ഇത് സാൻഡ്രാണ് കേട്ടോ. വണ്ടിയിൽ പോകാൻ നല്ല സുഖമാണ് മഴയത്ത്. പക്ഷേ നടന്നു പോകാനാണ് ബുദ്ധിമുട്ട്. ഇതൊക്കെ വഴി തന്നെയാണ് നമ്മൾ നടന്നു വന്നത്. മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്ത് കൂടുതലും ലക്ഷറി വണ്ടികളാണ്. അതായത് BMW, ബെൻസ്, ഓഡി അങ്ങനെയുള്ള വണ്ടികളൊക്കെ ചുമ്മാ ഈ സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതൊക്കെ കാണാം. സിഗ്നല് ഗ്രീൻ ആണല്ലോ. ഉച്ച സമയമായതുകൊണ്ട് വലിയൊരു തിരക്കില്ല. ഇപ്പോൾ 1:30 കഴിഞ്ഞു. അങ്ങനെ യാത്ര ചെയ്തിതാ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തേക്ക് എത്തുകയാണ്. നമുക്കിവിടെ വരെയാണ് വണ്ടിയിൽ പോകാൻ പറ്റുക. ഇനി അങ്ങോട്ട് നമുക്ക് നടക്കാം. ഈ മഴയത്തും ഇവിടെ നല്ല തിരക്കാണ്. മഴ നനഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഇതിൻ്റെ നല്ലൊരു കാഴ്ച ഇവിടെ നിന്ന് തന്നെയാണ്. ഞങ്ങൾ കൂടുതലും ഇവിടെ വന്നിട്ടുള്ളത് ഈ മഴയത്ത് തന്നെയാണ്. താജ്മഹൽ പാലസ്, പ്രശസ്തമായ ഹോട്ടൽ. ഈ ഹോട്ടലിന് ഒരുപാട് ചരിത്രങ്ങളാണുള്ളത്. പിന്നെ ഇവിടെ വന്നാൽ തന്നെ ഫോട്ടോ ഒക്കെ എടുത്തു തരാൻ ആൾക്കാരൊക്കെ വരും. മഴ സമയത്ത് ഇനി ഇവിടുത്തെ കടലിൻ്റെ ഒരു കാഴ്ച നമുക്ക് ആദ്യം പോയി കാണാം. ശരിക്കും മുംബൈയിൽ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു പ്ലേസാണിത്. ഇവിടെ നിന്ന് വെള്ളം നല്ല രീതിയിൽ ഇങ്ങോട്ട് അടിച്ചു വരും. ആ ഒരു തെരേൻ്റെ ശക്തി പോലെ ഇരിക്കും. ഇതിലൊക്കെ ഇപ്പം വീണാണ്ടല്ലോ, ജീവൻ പിന്നെ പോയി തന്നെ പറയാം. പ്രത്യേകിച്ച് എത്ര നീന്താൻ അറിയുന്നുണ്ടെങ്കിൽ പോലും രക്ഷപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടോ കാണുമ്പോൾ തന്നെ പേടിയാവുകയാണല്ലേ നവി. ആ ഒരു ഭാഗമില്ലേ, അതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്ന വഴിയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ വെള്ളം ഇങ്ങോട്ട് മേലെ കടിച്ചു കയറുമല്ലോ, അതുകൊണ്ട്. തീർച്ചയായിട്ടും. പിന്നെ അങ്ങ് ദൂരത്തായിട്ട് കപ്പലുകളൊക്കെ കാണാം കേട്ടോ. ഇതുവഴി ഇറങ്ങാനുള്ള ചെറിയൊരു വഴിയൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് വരുമോ നോക്കാം. എൻ്റെ പൊന്നെ, ആ ഭാഗം കണ്ടോ? ഇവിടെ നിന്നാണ് കുറച്ച്
തിര കൂടുതലായിട്ട് വരുന്നത്. ഒന്ന് കയറി വരട്ടെ, നല്ല രസമല്ലേ ഇത് കാണാൻ, കണ്ടോ? പക്ഷേ കുറച്ചും കൂടെ മഴ നല്ല ശക്തിയിലുണ്ടെങ്കിണ്ടല്ലോ നല്ല രീതിയിൽ ഇങ്ങോട്ട് വെള്ളം കയറിക്കും. ഇത് കാണാൻ തന്നെയാണ് ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. 2008 മുംബൈ ഭീകരാക്രമണം നടന്ന ഒരു സ്ഥലമാണ് ഈ ഹോട്ടൽ. ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. ശരിക്കും ആ ഒരു ആക്രമണം ആയാലും ഒരു പേരും നമ്മുടെ മലയാളിയായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, നമ്മൾ ഇന്ത്യക്കാരന് ഒരിക്കലും മറക്കാത്ത ഒരു പേരുകളിൽ ഒന്നാണത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് പോവാം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഈ ഒരു സൈഡിൽ മുഴുവനും വെള്ളം കയറിയിട്ടാണുള്ളത്. ഇവിടെ തന്നെ നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. പിന്നെ എലിഫൻ്റ് കേവ്സിലേക്കുള്ള ബോട്ടൊക്കെ ഇവിടെ നിന്നാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്നൊന്നുമില്ല കേട്ടോ. ഈ തിരയൊക്കെ നല്ലോണം വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുന്ന് നിലവിൽ സർവീസൊന്നുമില്ല. ഇതുവഴിയൊക്കെ നമുക്ക് നടന്നു പോകാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിനി തിരിച്ച് നേരെ നടന്ന് CSMT റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോവാണ്. ഇപ്പോൾ 2 മണിയായി. ഇനിയിപ്പം ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കണം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ എൻട്രൻസ് ഇതുവഴിയാണ്. നേരെ ഈ കാണുന്ന ഭാഗമില്ലേ, ഇവിടെ തന്നെ CSMT ഭാഗത്തേക്കുള്ള ബസ്സൊക്കെ കിട്ടും. അതിനിവിടെ ക്യൂ ഒക്കെ നിൽക്കണം. ഞങ്ങളെന്തായാലും ബസ്സൊന്നും കയറി പോകുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് തന്നെ ടാക്സിയും കിട്ടും. ഇനിയിപ്പോൾ ഞങ്ങളെന്തായാലും കുറച്ച് നേരം നടക്കാൻ തന്നെ കരുതി നേരെ ഇതുവഴി തന്നെ നടന്നു പോവാം. ഈ മഴയത്ത് സൈക്കിളിൽ ഡെലിവറിയാണ്, സ്വിഗ്ഗി. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നല്ല കഷ്ടപ്പാട് തന്നെയാണ്, പ്രത്യേകിച്ച് മഴയത്ത്, അതും സൈക്കിളിൽ. ഞങ്ങൾ രാവിലെ തുടങ്ങിയ നടത്താണ്. 4 മണിക്കൂറിന് മുകളിലായി ഈ മഴയത്ത് തന്നെ. ഇവിടെയുള്ള ചെറുകിട കച്ചവടക്കാരില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ മഴ ഒരു ദുരിതം തന്നെയാണ്. കച്ചവടം ഉണ്ടാവില്ല, ആകെ പെട്ടൊരവസ്ഥയാവും. ഇനിയിപ്പോൾ നേരെ ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത്. ആദ്യം പോയി ഭക്ഷണം കഴിക്കാം. ഞങ്ങളിവിടെ ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പപ്പടമൊക്കെ ഉണ്ട്. ഇന്നിതാ സാലഡും കാണാം. ഇതൊരു മലയാളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഞങ്ങൾ കൂടുതലും വന്നാൽ ഇവിടെ തന്നെയാണ് കഴിക്കാറുള്ളത്. പിന്നെ ബിരിയാണി നേരെ പ്ലേറ്റിലേക്കാക്കാം. ചെറിയ ചെറിയ പീസുകളാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് വലിയ പീസുകളുണ്ട് ഉണ്ടോ. ഇങ്ങനെയുള്ള ഒരു 4 പീസുകളാണ് ഇതിൻ്റെ അകത്ത്. മഴയത്ത് ചൂടോടെ തന്നെ ബിരിയാണി കഴിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളെടുത്ത റൂമിൻ്റെ ഭാഗത്തേക്ക് വന്ന് ആകെ നനഞ്ഞാണല്ലോ വന്നത്. ജസ്റ്റ് ഒന്ന് ഫ്രഷായി. ഇത് നോൺ AC റൂമാണ്. ഒരു ഫാനുണ്ട് അവിടെ. വളരെ ചെറിയൊരു മുറിയാണ്. പിന്നെ ഈ റൂമിൻ്റെ കാര്യം പറയുമ്പോൾ കണ്ടാ ഇങ്ങനെ ശബ്ദം കേൾക്കും. ചെറിയൊരു സെറ്റപ്പുള്ള മുറിയാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാം. വൈകുന്നേരം 4:10 ഇപ്പോൾ. ഞങ്ങളിനിപ്പോൾ മുംബൈയിൽ നിന്ന് പോവുകയാണ്. നേരെ പോകുന്നത് പൂണെയിലേക്കാണ്. CSMT റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും വൈകുന്നേരം 5:10 ഡെക്കൻ ക്വീൻ എക്സ്പ്രസ്സിനാണ്. വൈകുന്നേരം ആയല്ലോ, ഇനിയിപ്പോൾ ലോക്കൽ ട്രെയിനിലൊക്കെ നല്ല തിരക്കായിരിക്കും. CSMT റെയിൽവേ സ്റ്റേഷനിലാകെ 18 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണെന്ന് നോക്കി അങ്ങ് കയറാം. CSTയിൽ 1 മുതൽ 7 വരെ ലോക്കൽ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമുകളും 8 മുതൽ 18 വരെ എക്സ്പ്രസ് ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ട്രെയിൻ നമ്പർ 121-23 കടന്നു വരികയാണ്. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ സെക്കൻഡ് സീറ്റിങ്ങിലാണ്. D3 ആണ് നമ്മുടെ കോച്ച്. നാല് 35 പ്ലാറ്റ്ഫോമിലേക്ക് വണ്ടി വന്നത്. ഡെക്കൻ ക്വീൻ എക്സ്പ്രസ്സിൽ ഒരു കോച്ച് റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിതാണ്. ഞങ്ങൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നല്ല രീതിയിൽ തന്നെ ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ഒരു കോച്ചിൻ്റെ ആ ഒരു തീം തന്നെയാണ്. പച്ച കളറാണ്. വിസ്റ്റോഡോമൊക്കെ മുന്നിലാണ്.
ഡെക്കൻ ക്വീൻ്റെ അൺറിസേർവ്ഡ് ഒക്കെ ആ മുൻഭാഗത്തേക്കാണ്. അതുപോലെ തന്നെ വിസ്റ്റോഡം കോച്ചും ആ ഭാഗത്ത് തന്നെയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ അൺറിസേർവ്ഡിലേക്ക്. എല്ലാവരും ഓടി പോവുകയാണ്. ട്രെയിൻ പുറപ്പെടാൻ ഒരുപാട് സമയമുണ്ട് ഇനിയും. ഈ ട്രെയിനിൽ ഞങ്ങൾ 5 ദിവസങ്ങൾക്ക് മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ലിസ്റ്റ് 25-26 ഉണ്ടായത്. ഞങ്ങൾ അപ്പം തന്നെ ടിക്കറ്റ് എടുത്തു. ചാർട്ട് പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് ഞങ്ങൾക്ക് കൺഫേം ആയിട്ട് കിട്ടി. അങ്ങനെയാണ് ഈ 2 സീറ്റ് കിട്ടിയത്. മുംബൈയിൽ നിന്നും പൂനെയിലേക്ക് സെക്കൻഡ് സീറ്റിങ്ങിന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 115 രൂപയാണ്. ഞങ്ങൾക്ക് മാത്രമല്ല പലർക്കും ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ ഇഷ്ടമല്ല. അതിൻ്റെ മെയിൻ റീസൺ ഒന്ന് ഫേസ് ടു ഫേസ് നോക്കിയിരിക്കണം. മാത്രമല്ല ഇതിൻ്റെ ആ ഒരു സീറ്റിൻ്റെ ഒരു അത്ര നല്ല കംഫർട്ടബിൾ ഒന്നുമല്ല. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ വെക്കാനുള്ള ട്രേ ടേബിൾ ഇല്ല. ആകെ അലമ്പാണ്. പിന്നെ വെള്ളം വെക്കാനുള്ള ഒരു സൗകര്യം അതാണ്. നവി, എങ്ങനെയാണ്? നവിന്റെ അഭിപ്രായം പറയൂ, ആൾക്കാർ കേൾക്കട്ടെ. നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി, അതുപോലെ തന്നെ തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി, ഇതൊക്കെ ഉണ്ടല്ലോ മുംബൈ ഐസിബു ഉണ്ടായിരുന്ന സമയത്ത് പലരും ഒക്കെ പഴയ കോച്ചാണ് പുതിയതേക്ക് മാറ്റണം എന്നൊക്കെ പറയും. പക്ഷെ പുതിയത് വന്ന സമയത്ത് ഇപ്പൊ എല്ലാവരുടെയും പരാതി ഇതേപോലെ ഇരുന്നാല് നടു ഒരു വിധം ഒന്ന് പുഷ് ബാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണമായിരുന്നു അല്ലേ? പലരും പറയും ഇതിൽ ലോങ് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നടു ഒരു വിധമാവുന്നു. ശരിയാണ്. അതുപോലെ തന്നെ ഫുഡിന്റെ അവസ്ഥ മനു പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ഓപ്പോസിറ്റ് ആളെ നോക്കി കഴിക്കുക. നമ്മുടെ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞായിരിക്കുന്ന കുട്ടിക്കോ, ആ കുഞ്ഞിനെ നോക്കിയിട്ട് എങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കും? അതെ. പിന്നെ ഇത് എങ്ങനെ കയ്യിൽ വെച്ച് കഴിക്കേണ്ടി വരൂലേ? CSMT റെയിൽവേ സ്റ്റേഷന് കറക്റ്റ് 5:10 തന്നെ ഇതാ ഡെക്കൻ ക്വീൻ എക്സ്പ്രസ് എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പ് 100 കിലോമീറ്റർ കഴിഞ്ഞ് കർജാത്തിലാണ്. ദാദറിലൊന്നും ഈ വണ്ടിക്ക് സ്റ്റോപ്പില്ല. ആകെ 3 സ്റ്റോപ്പുകളേ ഉള്ളൂ: കർജാത്ത്, ലോൺവാല, ശിവാജി നഗർ. AC ലോക്കൽ ട്രെയിനാണിത്. ഇവിടെ നല്ലൊരു കാഴ്ചയാണ്. മുഴുവനും വെള്ളം കയറി നിൽക്കുക. ഓവർടേക്ക്. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലോ ആയതാ. അപ്പോഴിതാ ഡബിൾ ട്രെയിൻ കയറിപ്പോയി. പോകുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ? കല്യാൺ. ഓ, ഇവിടെ തന്നെയാണ് ഒരു ഗുഡ്സ് ട്രെയിൻ ഉള്ളത്. അത്യാവശ്യത്തിന് വലിയൊരു സ്റ്റേഷൻ തന്നെയാണ്. ട്രെയിൻ ഇപ്പോൾ കർജാത്തിലേക്ക് എത്തുകയാണ്. ആകാശം നോക്കിയേ. ഇനി ഇവിടെ വലിയൊരു മഴ തന്നെയാണ് വരാൻ പോകുന്നത്. ഇവിടെയൊക്കെ നല്ല തോതിൽ തന്നെ വെള്ളം കയറി. അങ്ങ് മുന്നിലായി വലിയൊരു മലനിര കാണാം. അത് വിസിബിൾ ആവുന്നില്ല. കർജാത്തിലേക്ക് 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അവിടെ നിന്നാണ് ഈ ട്രെയിനിൻ്റെ പുറകിൽ ബാങ്കർ ലോക്കോമോട്ടീവ് അറ്റാച്ച് ചെയ്യുന്നത്. അതായത് ഇനിയിപ്പോൾ കയറ്റമൊക്കെ കയറിയിട്ടുള്ള ഒരു റൂട്ടാണ്. ഈ റൂട്ടിൻ്റെ അനുപാതം പറയുകയാണെങ്കിൽ 1:37 അതായത് 37 മീറ്റർ വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ 1 മീറ്റർ ഉയരത്തിലേക്കാണ് ട്രെയിൻ കയറുന്നത്. കിടിലൻ റൂട്ടാണ്. ഇനിയിപ്പോൾ വൈകുന്നേരമായില്ലേ, കാഴ്ചകളൊക്കെ അത്ര നല്ല രീതിയിൽ കാണാൻ പറ്റും തോന്നില്ല. ഞങ്ങളിന്ന് പൂനെയിലേക്ക് പോകുന്നത് തന്നെ നാളെ തിരിച്ച് ഈ ഡെക്കാൻ ക്വീനിൻ്റെ വിസ്റ്റഡോം ക്ലാസ്സിലാണ് തിരിച്ച് മുംബൈയിലേക്ക് വരുന്നത്. നല്ല മനോഹരമായ കാഴ്ചയായിരിക്കും. അതെന്തായാലും ഈ ഒരു മഴയത്ത് എത്രത്തോളം കിടിലനായിരിക്കും പിന്നെ പറഞ്ഞു തരേണ്ട കാര്യം വരുന്നില്ലല്ലോ. ട്രെയിനിൻ്റെ പുറകിൽ ഇനിയിപ്പോൾ അറ്റാച്ച് ചെയ്യാനുള്ള ബാങ്കറാണിത്. നമ്മൾ പോകുന്ന ഘാട്ടിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. കാണ്ടാല ഘാട്ട് അഥവാ
ബോർഗട്ട് എന്നും പറയും. ട്രെയിൻ ഇപ്പോൾ കുറച്ച് ഡിലേ ആയി, കുറേ നേരം അവിടെ നിർത്തി. ട്രാക്കിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നത് കൊണ്ടാകാം ചിലപ്പോൾ ഡിലേ ആയത്. ഇതാണ് ഫർജാത്ത് സ്റ്റേഷൻ. ഇവിടെ നിന്നാലും ആ ഒരു കപ്പിൾ ചെയ്യണമല്ലോ. 8:07 ട്രെയിൻ ഇപ്പോൾ ലോണാവല സ്റ്റേഷൻ ഇതാ എടുത്തു. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഇറങ്ങാനുണ്ടായത്. കർജത്ത് നിന്ന് കപ്പിൾ ചെയ്ത ബാങ്കർ ഇവിടുന്ന് റിലീസ് ചെയ്തു. ഇനി അടുത്തത് ശിവാജി നഗർ, പൂണെക്ക് അടുത്തുള്ള സ്ഥലം തന്നെയാണ്. യാത്ര ചെയ്തുകൊണ്ട് ഗാർഡ് സെക്ഷൻ്റെ ഒരു കാഴ്ചയും ഞങ്ങൾ പകർത്തിയില്ല. അതൊക്കെ അടുത്ത ദിവസത്തെ വീഡിയോയിൽ നമുക്ക് പകർത്താം. മുംബൈ CSMTയിൽ നിന്നും 191 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ പൂണെയിലേക്ക് എത്തുകയാണ്. പൂനെ ജംഗ്ഷൻ 9:07 ഇപ്പോൾ. 8:25 ഇവിടെ വണ്ടി എത്തേണ്ടത്. പൂനെ ജംഗ്ഷൻ. ഇനിയിപ്പോൾ നാളെ ഈ ട്രെയിനിൻ്റെ വിസ്റ്റഡാം കോച്ചിൽ തന്നെയാണ് യാത്ര ചെയ്യാനുള്ളത്. ഇനി ഞങ്ങൾ നേരെ ആദ്യം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ഇന്നിവിടെ ഞങ്ങൾ ഓൾറെഡി താമസിക്കുന്നുണ്ട്. റെയിൽവേൻ്റെ ഡോർമെറ്ററി ബുക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പോവാം. ഞങ്ങളിവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫുഡ് കോർട്ടിൽ തന്നെയാണ് വന്നത്. മസാല ദോശയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. സാമ്പാറുണ്ട്, ചട്നിയുണ്ട്. ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോൾ റിട്ടയറിംഗ് റൂമിലേക്കുള്ള ചെക്കിംഗ് ആണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ തന്നെയാണ് കേട്ടോ, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ. പൂനെ റെയിൽവേ സ്റ്റേഷനിലെ ഡോർമെറ്ററി അതുപോലെ തന്നെ ഡിലക്സ് റൂമിൻ്റെ ഒക്കെ ചാർജസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. 3 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെയുള്ളത്. ഞങ്ങളങ്ങനെ ഡോർമെറ്ററിയിൽ കയറിയേ. ഇത് AC ഡോർമെറ്ററിയാണ്. വലിയ പ്രൈവസി ഒന്നുമില്ല, ബങ്കർ ബെഡുകളാണ്. അപ്പം നവീൻ്റെ ബെഡ് വരുന്നത് അവിടെയാണ്. AC ഡോർമെറ്ററി 26 ബെഡുകളാണ് ഇവിടെ ആകെ ഉള്ളത്. ഈ ഭാഗത്തുനിന്ന് സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്രയും തിരക്കാണ് കേട്ടോ. രാത്രിയിലാണ് ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്ക് വരുന്നത്. നമ്മുടെ ഫ്ലാഗ് ഉള്ളത് ഇവിടെയാണ്. ഈ സമയത്ത് ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട്. പൂനെ ജംഗ്ഷനിൽ റിട്ടയറിംഗ് റൂം അത്യാവശ്യത്തിന് നല്ല കോസ്റ്റ്ലി തന്നെയാണ്. നമ്മളെടുത്ത ഡോർമെറ്ററി അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ 9 മണിക്കൂർ സ്ലോട്ടിലാണ് ഡോർമെറ്ററി ബുക്ക് ചെയ്തത്. ആകെ GSTയും സർവീസ് ചാർജും എല്ലാം ഇൻക്ലൂഡായിട്ട് 1179 രൂപയാണ് ഞങ്ങൾക്ക് വന്നത്. പിന്നെ പ്രൈവസി നോക്കി വരുന്നവരോടാണെങ്കിൽ ഇതത്ര പോരാ, കാരണം എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെയാണുള്ളത്. പിന്നെ ബങ്കർ ബെഡ്സുകളാണ്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഡിലക്സ് റൂമോ സ്യൂട്ട് റൂമോ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ പുറത്തെവിടെയും ഞങ്ങൾ റൂം നോക്കാത്തത് ഈ പെരുമഴയായിട്ട് വേഗം തൂക്കി നടക്കണ്ടേ. നാളെ തന്നെ നമുക്ക് ഇവിടുന്ന് മുംബൈയിലേക്ക് തിരിച്ചു പോകണ്ടേ. അതെ, ഫുള്ളും ഇന്ന് തന്നെ മൊത്തം ഈ പെരുമഴയത്ത് നനഞ്ഞിട്ട് പേരൊക്കെ നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എല്ലാം മാറ്റി ഒന്ന് ജസ്റ്റ് അത്രയും കിടന്നുറങ്ങണം. രാവിലെ തന്നെ എണീറ്റ് നമുക്ക് എന്താ പറയാ ഡെക്കാൻ വേണ്ടി വിസ്റ്റഡോമിന്റെ കാഴ്ചയൊക്കെ പകലൂടെ കാണണ്ടേ. തീർച്ചയായിട്ടും. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റേ ബൈ.